കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്നെ പോലൊരു ക്രൂരനോട് കൂട്ടുകൂടാനായിട്ട് ഞാൻ ആരെന്നാ നീ വിചാരിച്ചിരിക്കുന്നേ? ഇനി ഒരു തവണ കൂടെ നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ അവിടെ വച്ച് നിന്നെ ഞാൻ കൊന്നിരിക്കും. നീ ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം നിന്നെ എപ്പോഴേ കൊല്ലേണ്ടതാണ്. പക്ഷേ നിന്നെ കൊല്ലില്ല എന്ന് വാക്ക് തന്നതുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അതെ, എവിടെ നിങ്ങൾ ഇവിടെ നിൽക്കാണോ? ഞാൻ നിങ്ങളെ വീട് മുഴുവൻ തെരഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവളോട് എന്താ ഇത്ര സംസാരിക്കാൻ? എന്താടി ഇത്? മല്ലിയെ വെറുതെ ആവശ്യമില്ലാതെ അവളൊന്നും ഇവളെന്നൊക്കെ വിളിക്കുന്നത് എന്താ ഇത്? മല്ലിയ ആരാന്ന് കരുതിയാ? ഇവളെന്താ കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ അതോ ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? പാത്രം തേക്കാൻ വന്നവളോട് എന്ത് മര്യാദ കാണിക്കാനാ? അതിരിക്കട്ടെ, എന്റെ ഭർത്താവായിട്ട് നിനക്കെന്താടി കാര്യം? ബന്ധം സ്ഥാപിക്കാൻ നോക്കുവാണോ? ഓടി ഇവിടുന്ന്. അതെ, ആ വേലക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ എത്ര പറയാനിരിക്കുന്നേ? മല്ലിയെ നീ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാതെ കുറച്ച് മര്യാദക്കൊന്ന് സംസാരിക്കും. ഗതികെട്ട് വന്നു കിടക്കുന്ന ഇവളുടെ അടുത്ത് ബഹുമാനത്തോടെ സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവൾ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, അവളുടെ ഓവർ ആക്ടിങ് കണ്ടാലേ അവളുടെ പല്ലടിച്ച് താഴെ ഇടണമെന്ന് എനിക്ക് തോന്നുന്നേ. എന്താടിത്? നീ വെറുതെ മല്ലിയെ കുറിച്ച് ഇങ്ങനെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാതെ. അവളെ കാണുന്ന ഉടനെ പേടിച്ച് കയ്യും കൂപ്പി ബഹുമാനത്തോടെ നിക്കണമെന്നാണോ പറയുന്നേ? എന്തെങ്കിലും ഒന്ന് പറയുമ്പോ പാമ്പ് പത്തി വിരിച്ച് നിക്കുന്നത് പോലെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇത് നോക്ക്, എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കണ്ണ് പുറത്തെടുക്കും ഞാൻ. ഒന്നാലോചിച്ച അർജുനും ഭവാനിയും ചാകാൻ വിധിച്ചിട്ടുള്ളവരാ. എന്നാ ഇത്രയും നാളെ അവര് കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു. രണ്ടും കൂടെ നേരത്തെ ചത്തുപോയിരുന്നെങ്കിൽ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കായിരുന്നു. ഒന്നാലോചിച്ച അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്ന ഈ മല്ലി അവരെക്കാളും നേരത്തെ ചത്ത അത്രയും നല്ലായിരുന്നു. നഗമാതാവേ, എന്റെ ഭാര്യ പറയുന്നത് കാര്യമായിട്ട് എടുക്കരുതേ. അവളെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്തേക്കല്ലേ. എന്തോന്ന് നാഗദേവത? നാഗദേവത വന്ന് എന്നെ കൊല്ലാൻ പോവാണോ? എന്താ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്താടി നീ ഇവിടുന്ന് പോയില്ലേ ഇതുവരെ? ഞങ്ങളുടെ പുറകെ വന്നു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന എന്താന്ന് ഒളിച്ചു നിന്ന് കേക്കുവാണോ? ചോദിച്ചത് കേട്ടില്ലേ? ഏയ്, എന്താടി പാമ്പ് നോക്കുന്ന പോലെ നോക്കുന്നേ? ഓ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലോ നിന്റെ തോലുരിച്ച് ചെരുപ്പുണ്ടാക്കും ഞാൻ. നീ ഒന്നും മിണ്ടാതിരിക്കടി. മല്ലി, നീ ഇവളീ പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കല്ലേ. നീ അകത്തേക്ക് വെക്കും. എന്നെ പറ്റി നിനക്കറിയാലോ. ഓരോ വിട്ടിത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കൊന്നു കളയും ഞാൻ. അതൊന്ന് ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്ക്. ശരി, നീ പൊക്കോ. എന്താ ഇത്? അവളെന്നെ നോക്കി ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളാണെങ്കിൽ അവളെ നോക്കി കെഞ്ചി പറയുന്നു. എനിക്ക് രണ്ടിലൊന്നും അറിയാം. മിണ്ടാതിരിക്കും. നീ നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? മല്ലിയെ കുറിച്ച് പറഞ്ഞത് മതി. അവളെന്താ അത്ര വലിയ? നീ ഒന്നും മിണ്ടാതിരിക്കും. പല കാര്യങ്ങളും നിനക്ക് അറിയത്തില്ല. മിണ്ടാതെ നീ എന്നോട് വാ. എന്താ ഇത്? എന്ത് സ്വപ്നം ഈ കാണുന്നത് അർജുൻ? അങ്ങനെയായിരുന്നല്ലേ? ആ മുത്തശ്ശി,
ഒന്ന് പോ അർജുൻ, ഇത് ചീറ്റിങ്ങാ. ചീറ്റ് ചെയ്തത് നീയോ അതോ ഞാനോ? ആ, ഞാൻ നിന്നെ പോലെ കള്ളൊന്നും പറയില്ല. ഒന്ന് ആഹാ. പോടുന്ന. കള്ളം പറഞ്ഞതുകൊണ്ട് മാത്രമാ നിന്റെ ഈ സുന്ദരമായ മുഖവും ഈ നാണമൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഒന്ന് പോ അർജുൻ. അതൊക്കെ പോട്ടെ, ഇന്ന് മാഡം നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? ഞാൻ അനുഷ്ഠിച്ച ഗൗരീദേവി വ്രതം പകുതിയിൽ വെച്ച് മുടങ്ങിപ്പോകുമെന്ന് ഞാൻ പേടിച്ചു പോയതാ. അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയതുപോലെ ഒരു തടസ്സവും ഇല്ലാതെ പൂജ നടന്നതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിൽ അർജുൻ. ആദ്യം കദർവ ദേവി പൂജ, പിന്നെ വിനിത ദേവി പൂജ, അതിനുശേഷം മാനസദേവി പൂജ. അങ്ങനെ എല്ലാ പൂജകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ചെയ്ത എല്ലാ പൂജകളും വളരെ നന്നായിട്ട് തന്നെ നടന്നു. അതാലോചിക്കുമ്പോ എനിക്ക് വളരെ സന്തോഷം. എന്റെ മനസ്സിലുള്ളത് പറഞ്ഞു. നിന്റെ മനസ്സിൽ എന്താന്ന് പറ. എന്താ പറയണ്ടേ? ഇപ്പൊ എന്തിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, അത് മാണിക്കത്തെ പറ്റിയ ഭവാനി. നാളെയാ പൗർണമി. പൗർണമി തീരുന്നതിന് മുമ്പ് തന്നെ ആ മാണിക്യം അവിടെ തിരിച്ചെത്തിക്കണം. ആ മാണിക്യം തിരികെ വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാണിക്യം തട്ടിയെടുത്ത ആ ദുർമന്ത്രവാദിനി എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അതിനെപ്പറ്റി തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഭവാനി. സമയമാണെങ്കിൽ തീരെ കുറവാ. നിങ്ങൾക്ക് എപ്പോ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾക്ക് എപ്പോ എന്ത് സഹായം വേണമെങ്കിലും രാമപച്ചക്കിളി 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 എന്ന് 3 വട്ടം വിളിച്ചാൽ മതി. ഞാൻ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഓടി വരും. അർജുൻ, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചോളാൻ ആ തത്തമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ തത്തയോട് ഹെൽപ്പ് ചോദിച്ചാലോ? കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം. ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. ട്രൈ ചെയ്ത് നോക്കട്ടെ. ശരി, നീ ആ തത്തയെ വിളിക്ക. രാമക്കിളിയേ, രാമക്കിളിയേ, രാമക്കിളിയേ. ഈ ഭവാനി എന്താ രാമപത്രകളി എന്ന് വിളിക്കുന്നത്? അർജുൻ, നീ അങ്ങോട്ട് നോക്കിയേ. ഹായ് ഫ്രണ്ട്, സുഖമാണല്ലോ? എനിക്ക് സുഖമാ. നിങ്ങൾക്ക് രണ്ടാൾക്കും സുഖമാണോ? ഞങ്ങൾ നന്നായി തന്നെ ഇരിക്കുന്നത്. നിങ്ങൾ കള്ളം പറയുവാ. നിന്നോട് ഞങ്ങൾക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ എന്റെ സഹായത്തിന് വേണ്ടിയല്ലേ ഇപ്പൊ എന്നെ വിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നല്ലേ അതിനർത്ഥം? പ്രശ്നമുള്ളവരാരും തന്നെ സന്തോഷമായിട്ട് ഇരിക്കില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നെ എന്തിനാ വിളിച്ചെന്ന് വേഗം പറ. നിനക്ക് സംസാരിക്കാൻ മാത്രമല്ലല്ലോ അറിയുന്നത്, അത്യാവശ്യം കാര്യവിവരം ഉണ്ടല്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അത് നീ പരിഹരിക്കണം. എന്താ പ്രശ്നം? എന്താ നടന്നത് പറ. ആ ക്ഷേത്രത്തിലുള്ള നാഗമാണിക്യത്തെയാ ഞാൻ എടുത്തോണ്ട് വന്നത്. ആ മാണിക്യത്തെ നാളെ പൗർണമി തീരുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് വെച്ചേ പറ്റൂ. എന്നാൽ അർജുൻ കൊണ്ടുവന്ന മാണിക്യം ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. ഒരു ദുർമന്ത്രവാദിനി മായകൾ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ആ മാണിക്യം എടുത്തോണ്ട് പോയി. ആ ദുർമന്ത്രവാദിനി എവിടെയുണ്ടെന്ന് നമുക്കറിയില്ല. ആ മന്ത്രവാദിനി എവിടെയാന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. ഇതാണോ പ്രശ്നം? അതെ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. നാളെ രാവിലെ തന്നെ ഞാൻ വന്ന് നിങ്ങളെ ആ മന്ത്രവാദിനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പോരെ?
ഈ ഒരു രാത്രി നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ആ ദുർമന്ത്രവാദിയുടെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിനുശേഷം ആ ദുർമന്ത്രവാദിയുടെ കയ്യിലുള്ള മാണിക്യം അവരെടുത്തിട്ടുണ്ടെങ്കിലോ? അപ്പൊ ഞാൻ വിചാരിച്ചതും ആ അമ്മ വിചാരിച്ചതും ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ ഈശ്വര. ഇവരെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ തടഞ്ഞേ പറ്റൂ. എങ്ങനെ തടുക്കും? എങ്ങനെ തടയും? എന്തിനെങ്ങനെ നോക്കുന്നത് അർജുൻ? നീ എന്നെ നോക്കുന്നുണ്ട്, ഞാനും നോക്കുന്നു. അത് പോട്ടെ, നീ നേരത്തെ അവിടെ വെച്ച് എന്നെ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്റെ ഭർത്താവിനെയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. നിന്നിൽ എനിക്ക് എല്ലാ അവകാശവും ഉണ്ട്. ആ റൈറ്റ്സ് നീ തന്നെ എനിക്ക് തന്നത്. ഇത് കണ്ടോ? ആദ്യത്തിനെ വിളിച്ചിട്ട് ആ ക്ഷേത്രത്തിനെ പറ്റി എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ. വേറെ വഴിയില്ല, അതെങ്ങനെയെങ്കിലും അറിയണം. സാൻവി എന്തിനാ എനിക്ക് ഫോൺ ചെയ്യുന്നത്? ഹലോ ഹലോ ചേട്ടാ, സുഖമാണോ? വീട്ടിലുള്ള എല്ലാവരും ഹാപ്പി ആണല്ലോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ വീട്ടിലേക്ക് വരാന്നാ കരുതിയത്. പക്ഷേ എല്ലാരും ഇരിക്കുമ്പോ പേഴ്സണൽ ആയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ എങ്ങനെയാ ചേട്ടനോട് സംസാരിക്കുന്നത്? അതുകൊണ്ടാ ഫോൺ ചെയ്ത്. എന്നോട് ഫ്രീ ആയിട്ടും പേഴ്സണൽ ആയിട്ടും സംസാരിക്കാൻ മാത്രം എന്താ കാര്യം? ഞാൻ എന്താണ് സംസാരിക്കാൻ വരുന്നതെന്ന് ചേട്ടന് നന്നായിട്ട് അറിയാം. അതറിഞ്ഞു വെച്ചിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് വളരെ മോശമാണ് ചേട്ടാ. ശരി, ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയിന്റിലേക്ക് വരാം. അന്നെനിക്ക് ചേട്ടൻ ആരാന്ന് അറിയാത്തത് കൊണ്ടാ ക്ഷേത്രത്തിലെ രഹസ്യങ്ങളെ പറ്റി അറിയുന്നതിന് വേണ്ടി ചേട്ടനെ കിഡ്നാപ്പ് ചെയ്ത് ടോർച്ചർ ഒക്കെ ചെയ്യേണ്ടി വന്നു. ഐ എം റിയലി സോറി ഫോർ ദാറ്റ് ചേട്ടാ. ഇപ്പൊ നമ്മള് ബന്ധുക്കളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ സഹായിക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ലാഭം ഉണ്ടാവൂ കേട്ടോ. എന്ത് ലാഭം എന്നാ പറയുന്നേ? അതിനെപ്പറ്റി സംസാരിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. 100 കോടി രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടുണ്ട് ചേട്ടാ. ആക്ച്വലി ആ ഡീൽ എന്താണെന്ന് അറിയാമോ? ഈ നാഗപുരത്തുള്ള ശിവക്ഷേത്രത്തില് രഹസ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാ ഈ ലോകത്തിൽ തന്നെ ഒരുപാട് മെഡിസിൻസ് നമുക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ആ പ്രോസസിംഗ് അങ്ങനെ തുടങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ കമ്പനി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആവും. ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ 1000 കോടി വരെ ഈസിയായി സമ്പാദിക്കാം. കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് എത്ര പെർസെന്റേജ് ചേട്ടൻ ചോദിച്ചാലും തരാൻ ഞാൻ തയ്യാറാ. ചേട്ടൻ ആ ക്ഷേത്രത്തിലുള്ള രഹസ്യങ്ങളെ പറ്റിയും അതിനകത്തുള്ള ശക്തികളെ പറ്റിയും ഒക്കെ എന്നോടൊന്ന് പറയൂ ചേട്ടാ, പ്ലീസ്. ചേട്ടൻ ആ ക്ഷേത്രത്തെ പറ്റിയും അതിനകത്തുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടൻ തരുന്ന ഇൻഫർമേഷൻ വെച്ച് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഒരു കണക്കിന് പറഞ്ഞ ഈ വേൾഡിലെ തന്നെ ടോട്ടൽ ഫാർമ ഇൻഡസ്ട്രീസിനെയും ചവിട്ടി മെതിക്കാൻ പറ്റുന്ന അത്രയും വലിയ പൊസിഷനിലെത്തും നമ്മൾ. ചേട്ടൻ ആ ക്ഷേത്രത്തിനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ ക്ഷേത്രത്തിൽ എന്താ ഉള്ളതെന്ന് എന്നോടൊന്ന് പറയാ പ്ലീസ് ചേട്ടാ. പ്ലീസ് ചേട്ടാ, ഒന്ന് പറയുന്നേ. എന്താ പറയേണ്ടത്? റിലേഷന്റെ പേരും പറഞ്ഞ് ചോദിച്ചാൽ ഞാനങ്ങ് പറയുമെന്ന് വിചാരിച്ചോ നീ? അതോ പണം കൊണ്ട് മോഹിച്ച് പറയുമെന്ന് വിചാരിച്ചോ നീ? അതോ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തിയാ പറയുമെന്ന് വിചാരിച്ചോ? അത് വേറൊന്നുമല്ല ചേട്ടാ. ചേട്ടൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു. സാൻവി എന്നെ കിഡ്നാപ്പ് ചെയ്തു.
എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞില്ല. സത്യം പറയാൻ വേണ്ടി ടോർച്ചർ ചെയ്തു. അപ്പോഴും ഞാൻ സത്യം പറഞ്ഞില്ല. കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോലും ഞാൻ നിന്നോട് സത്യം പറഞ്ഞില്ല. മരണത്തെ പോലും എനിക്ക് ഭയമില്ല. അങ്ങനെയുള്ള എന്നെ നീ പൈസ തന്ന് സത്യം പറയിക്കാൻ നോക്കിയത് ശരിയായില്ല. നീ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം. സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് നീ. മനസ്സിൽ കരുണയില്ലാത്ത ഒരു രാക്ഷസിയാണ് നീ. എല്ലാം അറിഞ്ഞിട്ട് കൂടി എന്തിനാ നിന്നെ വെറുതെ വിട്ടെന്നറിയോ? നിന്നോടുള്ള ഭയം കൊണ്ടോ അതുപോലെ സഹതാപം കൊണ്ടോ അല്ല. എന്റെ അനുജത്തിയുടെ ജീവിതം പാഴായി പോകാതിരിക്കാനുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. എന്റെ അനുജത്തി സന്തോഷമായിട്ടിരിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാ നീ ചെയ്ത പാവങ്ങളും ദോഷങ്ങളും സൈലന്റായി കണ്ട് ഞാൻ സഹിച്ചത്. എന്റെ നല്ല ഗുണത്തെ നീ ഒരു അഡ്വാൻറ്റേജായി എടുക്കരുത്. നിന്നെ കൊന്ന് തള്ളി ഒരു കൊലപാതകയാവാനും ഞാൻ മടിക്കില്ല. അത് നീ മറക്കരുത്. നീ സത്യം പറയില്ലെന്നും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സ് മാറില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ചേട്ടാ. അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യുന്നത്? ദേഷ്യപ്പെടാതെ ചേട്ടാ. ചേട്ടൻ അനിയത്തിന്ന് വെച്ച ജീവനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ. ചേട്ടന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അറിയാലോ. അതുകൊണ്ടാ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ചേട്ടൻ അനിയത്തിയെക്കാളും വലുതായിട്ട് വേറെ ഒന്നുമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാനിപ്പോ ചേട്ടനെ വിളിച്ച് ചോദിച്ചത്. അതെ, അനുജത്തി എന്റെ ജീവൻ. എന്നാൽ അനുജത്തിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നീ എന്നെ ഒരു വിഡ്ഢിയാക്കാന്ന് ചിന്തിച്ചെങ്കിൽ നിനക്ക് ആള് മാറിപ്പോയി സാൻവി. ചേട്ടാ കട്ട് ചെയ്തല്ലേ. നല്ലവരെ മാത്രമല്ല ദുഷ്ടന്മാരെ വരെ എങ്ങനെയെങ്കിലും വഴിക്ക് കൊണ്ടുവരാം. പക്ഷേ ഇതേപോലത്തെ പിടിവാശിക്കാരെയൊക്കെ എങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരുന്നേ? എന്ത് ചെയ്താല ഇവനൊക്കെ സത്യം പറയുന്നേ? ഇങ്ങേരുത് എവിടെ പോയി കിടക്കുവാ? ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? അതേ മനുഷ്യ, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? എന്താ ഇത്ര ആലോചിക്കുന്നേ? അർജുനെ പറ്റി ചിന്തിക്കുമായിരുന്നു. എന്തിനാ അവനെ പറ്റി ആലോചിക്കുന്നേ? ആവശ്യമില്ലാതൊക്കെ ആലോചിച്ച് തല മരവിപ്പിക്കാതെ വന്ന് കിടക്കാൻ നോക്ക്. വാ വാ മനുഷ്യ. നമ്മുടെ മോന്റെയും ഭവാനിയുടെയും കല്യാണം നടക്കണമെങ്കിൽ അവളുടെ കഴുത്തിൽ താലി കാണാൻ പാടില്ല. ആ താലി കഴുത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത് കെട്ടിയവൻ ജീവനോടുണ്ടാവാൻ പാടില്ല. ഇപ്പോ അവനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ നല്ലൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അവൻ ആ മാണിക്യം എടുക്കാൻ പോകുന്നുണ്ടല്ലോ. അവനത് കൈക്കലാക്കുന്നതിന് മുൻപ് അങ്ങ് കൊന്നു എന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മുടെ വഴിയെല്ലാം തെളിഞ്ഞു വരും. ഈ അവസരം വിട്ടുകളയാൻ പാടില്ല. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കുന്നതല്ലാതെ ഇതൊന്നും ചെയ്ത് കാണിക്കുന്നില്ലല്ലോ. ഇപ്രാവശ്യമെങ്കിലും കണ്ടുപിടിച്ച പ്ലാൻ സക്സസ് ആകുമോ? ഈ അവസരം എന്തായാലും മിസ്സാക്കില്ല. മിസ്സാകാൻ ഒരു ചാൻസും ഇല്ല. ഇത്തവണ അവൻ മരിക്കണോ എന്നത് വിധിയാണ്. ഇന്ന് ഞാനും അർജുനും മാണിക്യം എടുക്കാനായിട്ട് പോവാൻ പോവാണ്. ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ നടത്താൻ പോകുന്ന കാര്യം നല്ലതുപോലെ നടക്കാൻ വേണ്ടി ആശീർവദിക്കും മഹാദേവ.
ദേ നോക്ക് മനുഷ്യ, കണ്ടില്ലേ? ദൈവങ്ങൾക്ക് പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തി വരം ചോദിച്ച് അനുഗ്രഹം നേടുന്നല്ലാതെ അവക്ക് വേറെ ഒരു പണിയില്ല. അമ്മേ, അവൾക്ക് അങ്ങനെ ഭക്തിയുള്ളത് ഞാൻ ചെയ്ത പുണ്യം അമ്മേ. മിണ്ടാതിരിയടാ. അവൾ നിന്റെ ഭാര്യയല്ല. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് നിന്റെ ഭാര്യയാക്കാം. മനസ്സിലായോ? അവൻ ചാക തന്നെ വേണം. അവൻ ചത്തു കഴിഞ്ഞാ പിന്നെ ആ ഭവാനി ഇവന്റെ ഭാര്യ. നല്ല കാര്യടാ, നീ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? മോളെ ഭവാനി, എല്ലാവരെയും വിളിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ മോളെ അത്? ഒന്നുമില്ല അപ്പച്ചി. മുമ്പ് അപ്പച്ചിക്ക് വേണ്ടി എടുത്ത ആ വിശിഷ്ടമായ നാഗമാണിക്യം അപ്പച്ചി ഓർക്കുന്നുണ്ടോ? തിരിച്ച് ആ നാഗമാണിക്യം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തിരികെ ആ ക്ഷേത്രത്തിലേക്ക് വെക്കുന്നു. അങ്ങോട്ട് പോ, വാ വാ. എന്താ മോളെ ഈ പറയുന്നത്? ആ കോവിലിൽ പോകാന്ന് പറയുന്നത് തന്നെ വലിയൊരു അപകടമാ. ഒരു പ്രാവശ്യം പോയതിന്റെയാ നിങ്ങൾ രണ്ടുപേരും ഇത്രയ്ക്ക് അനുഭവിക്കുന്നത്. പിന്നെ വീണ്ടും എന്തിനാ അങ്ങോട്ട് പോകാന്ന് പറയുന്നത്? അതെ അമ്മ, ഇവിടെ മൊത്തം പ്രശ്നമാണെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാ ആ മാണിക്യം എടുത്തെടുത്ത് തന്നെ തിരിച്ചു വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നോക്കർജുൻ, ആ ക്ഷേത്രത്തിലേക്ക് വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തമാശയായിട്ട് കാണുന്നത്. അന്ന് അതിഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടും നിനക്ക് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വരാൻ സാധിച്ചു. ഇപ്പൊ നീ വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അർജുൻ. അളിയ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആ ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുന്നത് മരണം വില കൊടുത്ത് വാങ്ങുന്നത് പോലെ വളരെ ആപത്താണത്.